എല്ലാം ഉണ്ട്. ഞാൻ തൊടുന്ന പൊട്ട്, ഞാൻ ഉടുക്കാറുള്ള ഉടുപ്പ്, എന്റെ കയ്യിലെ കുപ്പിവളകൾ, ഇല്ല എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചേർച്ചയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ആര് പറഞ്ഞു ഇപ്പൊ പറയില്ലെന്ന്? ഇപ്പൊ ആണെങ്കിലും പറയാം. ആഹാ, എന്ത് നല്ല പൊട്ട്, എന്ത് നല്ല സാരി, എന്ത് നല്ല വളകൾ, ഇതെല്ലാം എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച. മതി, ഇതിന് പേര് പരിഹാസം. സാർ, വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. എന്റെ ഐശ്വര്യം എല്ലാം സാറിന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും. ഒരു മിനിറ്റ്. താൻ ആ ഫയലിൽ നിന്ന് ഇയാൾ അപ്ലിക്കേഷൻ ഫോം എടുത്തേ. ബിരിയാണി ചോറൊക്കെ വാങ്ങിച്ചാ? വാങ്ങിച്ചു. കുപ്പി വാങ്ങിച്ചാ? കുപ്പി വാങ്ങിച്ചു. പക്ഷേ എന്താ പക്ഷേ? എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി. ചേട്ടനാ? ഇവിടെ അകത്തുണ്ട്. അതെന്ത് ചെയ്യുന്നു? അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ്. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നത് അയാളെ തേറാറാക്കൂ. ആവാൻ സാധ്യതയുണ്ട്. നിനക്ക് എങ്ങനെ അറിയാം? ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അത്? അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ. എന്താണ് പറഞ്ഞേ? സാർ അതല്ല സാർ, അതല്ല. അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവന്റെ അമ്മയുടെ, അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ ഇന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു. അല്ലാതെ സയ്യേ സാറിന്റെ അല്ല. അയ്യേ, ഇന്നെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വന്ന് ഇൻസ്പെക്ഷൻ. വേണ്ട വേണ്ട, ആ പണി ഇന്ന് തന്നെ തീർത്ത് കളയാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം അവിടെ ഉണ്ട്. അവിടെ സാർ അവിടെ ഉണ്ട് സാർ. ഇയാളോ? ഇയാളെന്താ ഇവിടെ? എനിക്കറിയില്ല. നിനക്കറിയാമോ? ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? വരുമോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്. അതിലേ വെക്കുള്ളൂ, അതിലേ വെക്കുള്ളൂ. സാർ വലത്തുകാലം വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്തുകാലം വെച്ച്. ISI മാർക്ക് എവിടെ? സൂക്ഷിച്ച് നോക്ക് സാറേ, അപ്പൊ കാണും. സാർ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. ഫോൺപയ്ക്ക് ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം, അപ്പൊ കാണും മാർക്ക്. ആ, അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ഏതാ? ആർമയുടെ അല്ലേ? അതെ സാർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇതേ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടെ നിന്ന് പോവില്ല. ഇയാളാരാ സാർ? ഒരു വഴിപോക്കാണ്. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അതെന്റെ കുറ്റമല്ല സാർ. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ? രണ്ടിലും. സാർ ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. സാർ അത് ഞാൻ പ്ലീസ് ഒന്ന് പറയാം സാർ. അതായത് നിക്ക് മര്യാദയ്ക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക. ഇവരുടെ സ്ഥിരം വഴി മാറണം. ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ഒപ്പിടുற പട്ടി, ഒപ്പിടുற പട്ടി, ചെണ്ടി നായിന്റെ പണി. വണ്ടി എടുക്കണ കുട്ടി. നീ ഫാക്ടറി തുടങ്ങുന്നത് എനിക്കൊന്ന് കാണണം. ഫാക്ടറി തുടങ്ങിയില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ലടാ. നീ പോടാ പട്ടി. കള്ളുടിയാ നിന്റെ അച്ഛൻ. പോടാ. ഒറ്റയടിക്ക് അവന്റെ വായന്ന് മുലപ്പാല് വരുന്നത് നീ കണ്ട? ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല. പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു? ഡാസ് ചെയ്തു. നീ കണ്ട? ഡാസ് ചെയ്തു. കൊല്ലടോ, കൊല്ലടോ.